മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള സർക്കാർ ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ വീണ സംഭവത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. നിരവധി പരിശോധനകൾ നടത്തിയിട്ടാണ് വീട് വാസയോഗ്യമാക്കുന്നത്. അതിനിടയിൽ സ്വാഭാവികമായി നടക്കുന്നതാണ് ഇതൊക്കെയെന്നും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺകുമാർ വ്യക്തമാക്കി. 410 വീടുകളിലും ഇങ്ങനെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും അതിനകത്ത് കൺസ്ട്രക്ഷൻ്റെ ഡ്യൂറിങ് എന്തെങ്കിലും കൺസേൺസുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിലോ നമ്മൾ അറ്റൻഡ് ചെയ്ത് പ്രോപ്പറാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ടെസ്റ്റുകളെല്ലാം നടത്തുന്നത് എന്തിനാണ്? നമുക്ക് ഭാവിയിലേക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ്. അപ്പോൾ ഇത് ഈ എക്സസീവായ ചൂട് വരുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ക്രാക്കുകളാണ് മെയിൻലി പലയിടത്തും ഈ പറയുന്ന ക്രാക്കുകളായിട്ട് ഭയങ്കരമായിട്ട് പറയുന്നത്. ആൾക്കാർ താമസിച്ചു തുടങ്ങിയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രൊസീജിയർ എല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാളിദാസൻ ദേവദത്തം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. കാളിദാസൻ, ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കാമോ? അതായത് വീട്ടിനകത്ത് വിള്ളൽ ഉണ്ടാകുന്നത് അത് ടെമ്പറേച്ചർ ക്രാക്സ് ആണ്, കുറ്റമറ്റ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശോധനകൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണല്ലോ. അത് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കാൻ കഴിയുമോ? അത് വിശ്വസിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ ആർക്കെങ്കിലും? ഗോപികൃഷ്ണൻ, നിലവിലെ സാഹചര്യത്തിൽ അതിനെ നമുക്ക് വിശ്വാസ്യതയിലേക്ക് എടുക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റിയെ സംബന്ധിച്ച് നമ്മളോടക്കം നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്രാക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സ്വാഭാവികമായും ഒരു നിർമ്മാണത്തിനിടയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിന് മുൻപ് നടത്തേണ്ട ഒരുപാട് ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇത്തരം വിള്ളലുകൾ ഉണ്ടാകുമോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. ഈ പോണ്ടിങ് ടെസ്റ്റ്, അതോടൊപ്പം തന്നെ നമ്മൾ നിർമ്മാണത്തിൻ്റെ തുടക്കം തന്നെ സ്വീകരിക്കേണ്ട ക്യൂറിംഗ് ടെസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തു പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രാക്കുകളിലേക്കോ വിള്ളലിലേക്കോ ഒന്നും എത്തില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ പണി നടക്കുന്ന 410 മൊത്തം 410 വീടുകളുണ്ട്. അതിൽ ആദ്യഘട്ടത്തിൽ കൊടുക്കാനുള്ളത് 178 വീടുകളാണ്. 178 വീടുകൾ മഴക്കാലത്തിന് മുൻപേ കൊടുക്കുമെന്നുള്ളത് കൂടിയായിരുന്നു അധികൃതർ വ്യക്തമാക്കിയത്. ഇതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളിലേക്കൊക്കെ തന്നെ കടന്നിരുന്നു. ദുരന്തബാധിതരെ സംബന്ധിച്ച് ദുരന്തബാധിതർ പറയുന്നത് തങ്ങൾക്ക് വിഷുക്കാലത്തിന് മുൻപ് വീട് ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു. നിർമ്മാണങ്ങൾ മന്ദഗതിയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ വന്ന് കണ്ടതിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനം മന്ദഗതിയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായും 1-ാം സോണിലെ 8-ാം നമ്പർ വീട്ടിലാണ് ഇത്തരത്തിലൊരു വിള്ളൽ കണ്ടെത്തിയത്. അതിന് സമീപത്തെ വീട്ടിലും ഇത്തരത്തിലുള്ള വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 8-ാം നമ്പർ വീടിൻ്റെ ഉടമസ്ഥൻ നൗഫലാണ് ഇതിനെ സംബന്ധിച്ച് ആശങ്ക വലിയ രീതിയിൽ അറിയിച്ചത്. 2 ആഴ്ച മുൻപേ തന്നെ ഇത്തരത്തിലുള്ള വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ട് കൃത്യമായി തന്നെ അധികൃതരെ അറിയിച്ചിരുന്നു. എന്തായാലും അധികൃതർ ഇവിടെ വന്ന് ഈ വീടുകൾ സന്ദർശിച്ചു. ഒപ്പം തന്നെ അവിടെ കിനിഞ്ഞിറങ്ങിയ പാടുകളൊക്കെ തന്നെ നമുക്ക് കാണാം, ഈ വെള്ളം കിനിഞ്ഞിറങ്ങിയ പാടുകളൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാങ്കേതികപരമായി നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ സ്വീകരിക്കേണ്ട ചില നടപടികളുണ്ട്. ക്യൂറിംഗ് ടെസ്റ്റ് അടക്കമുള്ളതാണ്. കാരണം ഈ ഉണങ്ങുന്നതിനനുസരിച്ചുള്ള വെള്ളം ഈ സിമെന്റിൽ ഈർപ്പം നൽകുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ തുടക്കത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്രാക്കുകൾ ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ വിള്ളലുകൾ ഉണ്ടാകുമോ ഈ ഒരു വീടിനെ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പരിശോധനയ്ക്കായി നമ്മൾ പോണ്ടിങ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ വെള്ളം കെട്ടി നിർത്തി, അത്രയും പോകുന്ന ഭാഗത്ത് വെള്ളം കെട്ടി നിർത്തി അവിടെ കൂടെ കിനിഞ്ഞിറങ്ങുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനുള്ള പലതരത്തിലുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ടെസ്റ്റുകളാണ് ഈ 178 വീടുകളിൽ ആദ്യഘട്ടത്തിൽ കൊടുക്കേണ്ടതായിട്ടുള്ളത് മഴക്കാലത്തിന് മുൻപേ തന്നെ. അപ്പോൾ ഇതിനു മുമ്പ് 178 വീടുകൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 178 വീടുകൾ വാസയോഗ്യമാക്കിയിട്ടുണ്ട്. വാസയോഗ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പരിശോധനകൾ നിരവധിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരിശോധനകൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറവുകൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടേക്കാം. അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കുറവുകൾ പരിഹരിച്ച് പെട്ടെന്ന് വാസയോഗ്യമാക്കുക എന്നുള്ളതാണ് അധികൃതരെ സംബന്ധിച്ച് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു കടമ്പ എന്നുള്ളത്. അപ്പോൾ ആ നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണ്. എന്നിരുന്നാലും ദുരന്തബാധിതർക്ക് ആശങ്ക തന്നെയാണ്. കാരണം മഴക്കാലത്തിന് മുമ്പ് മെയ് 20 എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ തീയതി. അപ്പോൾ മെയ് 20-ന് വീടുകൾ നൽകുമെന്നുള്ളത് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നിർമ്മാണ പ്രവൃത്തിയുടെ ഗതി കണ്ടിട്ട് മെയ് 20-ന് മുമ്പ് കിട്ടില്ല എന്നുള്ളതാണ് ദുരന്തബാധിതരെ സംബന്ധിച്ച് പങ്കുവെക്കുന്ന ആശങ്ക എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ചില ആശങ്കകൾ ഇവിടെ ഉണ്ടായിരുന്നത് ജലസംഭരണി, കേന്ദ്രീകൃത സംവിധാനങ്ങളായ ജലസംഭരണിയും സുവേജ് സംവിധാനത്തിൻ്റെയൊക്കെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിച്ചതനുസരിച്ച് ആ കേന്ദ്ര സംവിധാനങ്ങളുടെ നിർമ്മാണം പൂർത്തിയായതായി കൂടിയാണ് അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.